ഹലോ. നമ്മളപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് യൂസറിൻ്റെ വാല്യൂ വാങ്ങുന്നത്, അതാണ് നമ്മൾ ഈ സ്കാനഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, ഡിവൈഡ് ചെയ്യുന്നത്, ഈ സ്റ്റാറിനെ പ്രോഗ്രാമിംഗിൽ ആസ്റ്റഡ് എന്നൊക്കെ പറയും. ഈ പെർസെൻറ്റേജിനെ മോഡുലസ് എന്ന് പറയും. ഓക്കെ, പ്ലസ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നതും അറിയാം. മോഡുലസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുത്താൽ അതിന്റെ റിമൈൻഡർ തരും. അതായത് ഇപ്പോൾ 5 mod 2 എന്നാണ് ഞാൻ എഴുതുകയാണെങ്കിൽ, അതായത് 5 mod 2 എന്ന് എഴുതിയാൽ 5 ഡിവൈഡഡ് ബൈ 2 എന്തായിരുന്നു? നമുക്ക് 2.5 എന്ന് അല്ലെങ്കിൽ 2 എന്ന് ആൻസർ കിട്ടും. 5 mod 2 ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ റിമൈൻഡർ തരും. ഇതിന്റെ റിമൈൻഡർ എത്രയാണ്? 1. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 1 എന്നായിരിക്കും. സോ ബേസിക്കലി അതാണ് മോഡുലസ് ചെയ്യുന്നത്. റിമൈൻഡർ തരും, മൾട്ടിപ്ലൈ ചെയ്യുന്നത് അറിയാം, ഡിവൈഡ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും അറിയാം. നമുക്കിനി ഇത് പ്രോഗ്രാമിലോട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് നമ്പർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തതാണ്. സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. ഇതിപ്പോൾ എല്ലാം കൂടി ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ട് തോന്നും. നമുക്ക് ജസ്റ്റ് അതിനെ ഒന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്നേന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് നമ്പേഴ്സ് വേണം. അപ്പോൾ രണ്ട് നമ്പർ പിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റിജർ ടൈപ്പിൽ രണ്ട് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. num1, num2 എന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യണം? എനിക്ക് സമ്മ് ചെയ്യണം, എനിക്ക് ഡിഫറൻസ് ചെയ്യണം, എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ വേണം, ഡിവിഷൻ ചെയ്ത വാല്യൂ വേണം, മോഡ് ചെയ്ത വാല്യൂ വേണം. അപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓരോരോ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് നമ്പർ വാങ്ങണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാണ് പ്രിന്റ് എഫ്. അപ്പോൾ കൺസോളിൽ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പുള്ളിയുടെ അടുത്ത് ചോദിക്കും. ഓക്കെ ആണോ? പ്രിന്റ് ഓഫ് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ. അപ്പോൾ അത് ചുമ്മാ എഴുതി കാണിക്കത്തേ ഉള്ളൂ, അതിന് വേറെ മീനിങ് ഒന്നുമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം? സ്കാനഫ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുള്ളിക്ക് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കോമ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? എപ്പോഴും ആംബർസെൻ്റ് കൊടുക്കണം. num1ൻ്റെ അകത്തോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്കാനഫ് %d, നമ്മളൊരു നമ്പറിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് %d, കോമ അതിനെ എവിടെ സ്റ്റോർ ചെയ്യണം? num1 എന്ന് പറയുന്നതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ നമ്പർ ചോദിക്കണം. പ്രിന്റ് ഓഫ് എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ. ഓക്കെ, സെക്കൻഡ് നമ്പർ ഞാൻ ചോദിക്കുകയാണ്. എന്നിട്ട് അതിനും എന്ത് വേണം? ഒരു സ്കാനഫ് കൊടുക്കണം. സ്കാനഫ് %d എന്താണ്? കോമ ആംബർസെൻറ്റ് num2 എന്നും പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. ഇനി എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? സമ്മിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും? num1 പ്ലസ് num2 എന്ന് എഴുതും, ആണല്ലോ. ഡിഫറൻസിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും? num1 മൈനസ് num2 എന്ന് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും? num1 ഇൻറ്റു num2 ചെയ്യും. ഡിവിഷൻ്റെ അകത്ത് num1 ഡിവൈഡഡ് ബൈ num2 ചെയ്യും. മോഡിൻ്റെ അകത്ത് num1 മോഡ് num2 എന്ന് എഴുതും. പെർസെൻറ്റേജ് സൈൻ ഇടയ്ക്ക് കൊടുക്കും. ഓക്കെ ആണല്ലോ, ഇത് ഇത്രയും ചെയ്തു. ഇനി ഇതിനെല്ലാം പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് സം ഓഫ് പെർസെൻറ്റേജ്. പ്രിന്റ് ഓഫ് എനിക്ക് എഴുതി കാണിക്കേണ്ടത്, ഇതിപ്പോൾ സജഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സം ഓഫ് ഫസ്റ്റത്തെ ഒരു %d എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ നമ്പറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് %d, അതായത് ഞാൻ കൊടുക്കുന്ന രണ്ട് നമ്പറിൻ്റെയും സം എത്രയാണ്? ഈസ് %d എന്നും പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ന്യൂ ലൈൻ ക്യാരക്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു? കോമ കഴിഞ്ഞിട്ട് num1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ നമ്പറിന് എവിടെ പോയി സ്റ്റോർ ആവും? ഇവിടെ വരും, ഈ %d പൊസിഷനിൽ വരും. അപ്പോൾ ഞാൻ നമ്പർ 5ഉം 2ഉം ആണെന്ന് കൊടുത്തതെന്ന് വെച്ചോ. num1 ഞാൻ 5ഉം കൊടുത്തു, num2 ഞാൻ 2 എന്നും കൊടുത്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? num1 എന്ന് പറയുന്നത് സം ഓഫ് 5 ആൻഡ് ഇവിടെ ആരാ വരുന്നത്? num2 ആ വരുന്നത്. ആൻഡ് 2 ഈസ് സം എത്രയായിരിക്കും? 5 + 2 7 ഈസ് 7. അപ്പോൾ സം ഓഫ് 5 ആൻഡ് 2 ഈസ് 7 എന്ന് എഴുതി കാണിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഡിഫറൻസിൻ്റെത് എഴുതി, മൾട്ടിപ്ലിക്കേഷൻ്റെ എഴുതി, ഡിവിഷൻ്റെ എഴുതി, മോഡുലസിൻ്റെ എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ഇത്രയും കോഡായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഓരോന്നിൻ്റെ അത് സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂകൾ നമ്മൾ എടുക്കുന്നു. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചു. ഞാൻ എത്ര എൻ്റർ ചെയ്തു? 5 എന്ന് എൻ്റർ ചെയ്തു. എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ ചോദിച്ചു. ഞാനപ്പോൾ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സം ഓഫ് 5 ആൻഡ് 2 ഈസ് 7, ഡിഫറൻസ് ഓഫ് 5 ആൻഡ് 2 ഈസ് 3, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 ആൻഡ് 2 ഈസ് 10, ഡിവിഷൻ ഓഫ് 5 ആൻഡ് 2 ഈസ് 2. 2.5 ആയിരുന്നു നമുക്ക് വരാനുള്ളത്. പക്ഷേ നമ്മൾ എന്തിൻ്റെ അകത്താണ് ഡിവിഷനെ സ്റ്റോർ ചെയ്തത്? ഇൻറ്റിജറിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ ഇൻറ്റിജർ അതിൻ്റെ പോയിന്റിന് ശേഷമുള്ള വാല്യൂ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. മോഡുലസ് ഓഫ് 5 ആൻഡ് 2 ഈസ് 1, അതായത് 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 2 തവണ പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? കോഷ്യൻ്റ് കിട്ടും. കോഷ്യൻ്റ് 2 അല്ലേ? റിമൈൻഡർ എത്ര വരും? 1 എന്നും വരും.
ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ബേസിക് ആയിട്ടുള്ള നമ്മളെ എല്ലാ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇത്രയേ ഉള്ളൂ.